വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മഖാന എന്ന് പറഞ്ഞ ഒരു സീഡാണ്. ഇത് താമരയുടെ വിത്തെന്ന് പറയും. അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് കൂടുതലായിട്ടും കഴിക്കുന്നത്. ഇതിൻ്റെ സബ്ജി ഉണ്ടാക്കും അവരതിൻ്റെ, അല്ലാതെ തന്നെ സ്നാക്സ് ആയിട്ടും പിന്നെ വ്രതം ഉള്ള സമയങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ടും പിന്നെ കീറായിട്ടും ഒക്കെ ഒത്തിരി കഴിക്കുന്ന ഒരു സീഡാണിത്. മഖാന എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് അങ്ങനെ വാങ്ങിക്കുന്നത് കുറവാണ്. അത് നമ്മൾ പിന്നെ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അതിനെ ആ സീഡെടുത്ത് ഇതിൻ്റെ കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത്. അത് നമ്മളെടുത്ത് ഒരു സ്വല്പം നെയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അതിനുവേണ്ടി അത് കറി വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ടൊമാറ്റോ എല്ലാം ബട്ടർ ഇട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യുന്നത്. 1 സ്പൂൺ ബട്ടർ ഇട്ടു. നമ്മളതിനെ ഫ്രൈ നല്ലപോലെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മളത് ഒടിഞ്ഞ പോലെ വരും. അത്ര ടേസ്റ്റായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് വെറുതെ തിന്നാൻ നല്ലൊരു സ്നാക്സ് പോലെ തിന്നാം. മൂത്ത് കഴിയുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി പ്രോട്ടീനും വിറ്റമിൻസും ഒത്തിരി മാഗ്നീഷ്യം, കാൽസ്യം, അയണും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണിത്. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് 1 സ്പൂൺ ബട്ടർ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. അതിനകത്ത് നമ്മൾ പിന്നെ സ്വല്പം മസാലകളൊക്കെ ഇട്ട് കൊടുത്തു. പൊടിയല്ലാത്ത മസാലകളൊക്കെ ഇട്ട് കൊടുത്തു. 2 വലിയ സവോളയാണ് ഇട്ട് കൊടുത്തത്. അതിനകത്ത് 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു വഴറ്റാൻ വേണ്ടി. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കപ്പലണ്ടിയാണ്, ഞാൻ 2 സ്പൂണോളം കപ്പലണ്ടിയാണ് ചേർത്തത്. പച്ച കപ്പലണ്ടിക്ക് പകരം നമ്മൾ പിന്നെ കശുവണ്ടി ചേർത്താലും മതി. ഇനി നമ്മളതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. സ്വല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ നമ്മളത് അരച്ചെടുത്ത് കൊണ്ടുവരണം. ആ അരപ്പ് വീണ്ടും നമ്മളൊരു പാനിൽ തന്നെ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്കിട്ട് ഈ അരപ്പ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെള്ളം ഒരുവിധം ഒന്ന് പറ്റുന്നത് വരെ നമ്മളൊന്ന് മൂത്ത് കിട്ടണം. സ്വല്പം നേരം നമ്മൾ തീ ചെറുതാക്കി വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യൻസാണ് ഇത് കൂടുതലായിട്ടും ഇങ്ങനെ കറി വയ്ക്കുന്നത്. വീണ്ടും നമ്മളതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ മിക്സി കഴുകി വെള്ളം കൂടി ചേർത്തു. ഇതിലേക്ക് നമ്മൾ സ്വല്പം ഒരു സവാള വലുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് ഞാൻ വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിള വരുന്നത് വരെ അടച്ച് വയ്ക്കുക. സ്വല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉള്ളിയും ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കണം. ഇത് പച്ചയായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒത്തിരി അങ്ങ് വേകണ്ട. ഇനി നമ്മളത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് സ്വല്പം കൂടി വെള്ളം, ആവശ്യത്തിന് നമുക്ക് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇതിനകത്ത് നമ്മൾ ഒത്തിരി മുളകൊന്നും ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ ഉള്ളിയുടെ കൂടെ 2-3 പച്ചമുളക് ചേർത്ത് പിന്നെ നമ്മളൊരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ചെറിയ സ്പൂണും മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് തിള വന്ന് കഴിയുമ്പോൾ മഖാന നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഖാന മേളിൽ കൂടി ഇട്ട് കൊടുക്കുക. ഒത്തിരി പോഷക സമൃദ്ധി. അത് സ്വല്പം നമ്മൾ മസാലപ്പൊടിയാണ് 1/4 ടീസ്പൂണോളം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. വീണ്ടും നമുക്ക് സ്വല്പം നേരം കൂടി അടച്ച് വയ്ക്കാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഖാന ഇട്ട് കൊടുക്കാം. ഇത് മഖാന അങ്ങനെ ഒത്തിരി അങ്ങ് വേകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു സീഡാണല്ലോ, നല്ലപോലെ പൊങ്ങ് പോലെ ഇങ്ങനെ ഇരിക്കും. ഫ്രൈ ചെയ്തതായത് കാരണം അത് ഒത്തിരി വേകേണ്ട ആവശ്യം ഇല്ല. ഇനി ഒരു 2-3-4 മിനിറ്റും കൂടി നമുക്കത് അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. സ്വല്പം കസ്തൂരി മേത്തിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. കസ്തൂരി മേത്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഉലുവയുടെ ഇല ഉണക്കിയതാണ്.
അത് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്വല്പം മല്ലിയിലയും സ്വല്പം ക്രീമാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി 1 സ്പൂണോളം ക്രീമും കൂടി അടിച്ചിട്ട് അതിനകത്ത് മേളിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്കാന കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.